സുഹൃത്തുക്കളെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ എല്ലാം സർക്കാർ ആനുകൂല്യങ്ങൾ റദ്ദാക്കാൻ പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കാര്യം കേരളത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ ഇന്ത്യൻ പൗരന്മാരല്ല. ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അവകാശമില്ല, അർഹതയില്ല എന്നുള്ളതാണ് അവിടുത്തെ BJP സർക്കാരിന്റെ നിലപാട്. ഈ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നം ഇല്ലാതില്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരന്മാർ അല്ലാതാവുന്നില്ല. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് മാത്രം എങ്ങനെ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത, അവകാശം തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ന്യായമാണ്. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനായിരിക്കണമല്ലോ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് സുവേന്ദു അധികാരി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ബീഹാറിലെ BJP സർക്കാരും ഇതേ പദ്ധതി അല്ലെങ്കിൽ ഇതേ നിയമം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ബീഹാറിലെയും വോട്ടേഴ്സ് ലിസ്റ്റില് SIR ശേഷം പുതുക്കി ഉണ്ടാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല ആ സർക്കാർ പറഞ്ഞു. അത് മാത്രമല്ല, അവർ ഒരു പടി കൂടി കടന്ന് ഇങ്ങനെയുള്ളവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഫ്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നുഴഞ്ഞുകയറ്റക്കാരും ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരും എല്ലാവരും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ തുറന്നു വെച്ചവർക്ക് യഥേഷ്ടം ട്രാൻസാക്ഷൻ നടത്താനായിട്ട് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് പോലെയുള്ള അനധികൃതമായിട്ടുള്ള പുറത്തു നിന്നുള്ള പണം വരുന്നത് പോലെയുള്ള പല പരിപാടികളും നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി കാതലായ പ്രശ്നത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരൻ ആവാതിരിക്കുന്നുണ്ടോ? ഈ പ്രശ്നം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവും വലിയ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനും നിയമപണ്ഡിതനും ഒക്കെ ആയ ശ്രീ P. ചിദംബരമാണ്. അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുന്നത്, ഈ പൗരത്വത്തിന്റെ അടിസ്ഥാനം വോട്ടേഴ്സ് ലിസ്റ്റ് ആണോ അതോ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനം പൗരത്വമാണോ? ഈ പൗരത്വം വെച്ചിട്ടാണോ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അതോ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണോ പൗരത്വം തീരുമാനിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ശ്രീ P. ചിദംബരം ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിലും നിങ്ങളുടെ പേരില്ല, അതുകൊണ്ട് മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരൻ ആകാതിരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ കൂടി ഇന്ത്യൻ പൗരൻ ആണ് എന്ന് തെളിയിക്കാനുള്ള മറ്റു രേഖകൾ നിങ്ങൾ ഹാജരാക്കിയാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ SIR എന്നൊക്കെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലും പേരില്ല, ഈ പൗരനാണെന്ന് തെളിയിക്കാനായിട്ട് മറ്റു രേഖകളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൗരത്വമില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഈ പൗരത്വമില്ലാത്ത ബാംഗ്ലാദേശിലെ ആളുകളെയും ബംഗാളികളെയും ബംഗ്ലാദേശിലെ ബംഗാളികളെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനും സാധിക്കില്ല. അപ്പൊ ഈ ബാംഗ്ലാദേശിൽ നിന്നുള്ള ബംഗാളികൾ വന്നിട്ട് ഇന്ത്യക്കാരായ ബംഗാളികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇവർക്ക് റേഷനും മറ്റ് ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ആനുകൂല്യങ്ങളും എല്ലാം വാരിക്കോരി കൊടുക്കണം എന്നുള്ളത് P. ചിദംബരം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, സർക്കാർ എന്തെങ്കിലും ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയ്യോ ഇത് മുസ്ലിമുകളെ അടിക്കാൻ വേണ്ടിയിട്ടാണ്, മുസ്ലിമുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വാദവുമായിട്ട് വരുന്ന മുസ്ലിമുകളെക്കാൾ കൂടുതൽ, മുസ്ലിമുകൾ പിന്നീടേ വരുള്ളൂ, അതിനേക്കാൾ കൂടുതൽ മതേതര പുരോഗമന ജനാധിപത്യ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള പോരാളികൾ എല്ലാവരും വരുന്നത് ഇത് മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള നിയമമാണ്, അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളുടെ അർഹത വെട്ടിക്കളയാനുള്ള ഒരു പരിപാടിയാണെന്നുള്ള ഒരു ആരോപണം. കോൺഗ്രസ് ആണ് അതിന്റെ പിന്നിൽ കുത്തിത്തിരിപ്പുമായിട്ട് ഇപ്പൊ പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ഈ മുസ്ലിമുകൾക്ക് അവരുടെ റേഷനുള്ള അവകാശം അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത അല്ലെങ്കിൽ അവകാശം വെട്ടിക്കളയാനായിട്ട് അവരെ ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതെന്ന്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? SIR അടിസ്ഥാനത്തിലാണല്ലോ. SIR നടത്തിയപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രചാരണം, ഞാനും ആ പ്രചാരണത്തിൽ വീണുപോയതാ. പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു വലിയൊരു ദുഷ്പ്രചാരണം ഈ മതേതര പുരോഗമന ഫാഷിസ്റ്റ് വിരുദ്ധ ലിബറൽ പോരാളികളാണ്, കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ളവരാ പറയുന്നത്. അങ്ങനെയുള്ളവർ നടത്തിയിരുന്നത് SIR എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ പേര് വെട്ടിക്കളയാനുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ്. ജ്ഞാനേഷ് കുമാറിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ, അത് നരേന്ദ്രമോദി അമിത്ഷായും ചേർന്ന് ചെയ്യിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ സത്യം എന്താണ്? കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതാണ് ഞാൻ. നിങ്ങളിതാ വീണ്ടും കാണുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ മാത്രം SIR നടത്തിയതിൽ ഇങ്ങനെ പേരുകൾ ഒഴിവാക്കപ്പെട്ടതിൽ 63% ഹിന്ദുക്കളായിരുന്നു. 63% ഹിന്ദുക്കളായിരുന്നു പേര് SIR വഴി ഒഴിവാക്കപ്പെട്ടതിൽ. 34% മുസ്ലിമുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ മുസ്ലിമുകളെ മാത്രം കൃത്യമായിട്ട് തിരഞ്ഞുപിടിച്ച് ഈ പേര് വെട്ടിക്കളയാൻ വേണ്ടിയാണ് SIR കൊണ്ടുവന്നത്. അങ്ങനെ പേര് വെട്ടിയതിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിമുകളുടെ മാത്രം പേര് ഒഴിവാക്കുകയും അങ്ങനെ അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളിൽ അവരുടെ അർഹത വെട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്നുള്ള ഉഡായിപ്പ്. ആ കുപ്രചരണത്തിന്റെ മുനയൊടിഞ്ഞല്ലോ.
ഇപ്പൊ വാർത്ത തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു. ദ ഹിന്ദുവിൽ വന്ന വാർത്തയാണ്, മറ്റു പല മാധ്യമങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. ഇനി ഹിന്ദു സംഘപരിവാർ സംഖ്യയാണെന്നൊന്നും ആരും പറയേണ്ട, പേര് ഹിന്ദു എന്നായതുകൊണ്ട് അതല്ല. 63% ഹിന്ദുക്കളുടെ പേരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അപ്പൊ അടുത്ത നമ്പർ എന്താണ് വരുന്നത്? മുസ്ലിമുകളെ മാത്രം ഒഴിവാക്കാനാണെന്നുള്ള ആ ഒരു ആരോപണത്തിന്റെ മുനെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത് വരുന്നത് എന്താ? BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെ മാത്രം പേര് തിരഞ്ഞു പിടിച്ച് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയാനുള്ളത്. ഈ ഉടായ്പിന്റെ എല്ലാം പിന്നിൽ കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ഇങ്ങനെയുള്ള ഈ വ്യാജ നെഗറ്റീവുകൾ പടച്ചു വിടുന്നതും. അതുപോലെ കുറെ പുരോഗമന മാധ്യമങ്ങളുണ്ട്, വയർ ഉൾപ്പെടെ അവിടെ വടക്കേ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ളവരും ഈ പുരോഗമന വേഷം കെട്ടി നടക്കുന്നവര് ഈ വ്യാജ നെഗറ്റീവുകൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ രണ്ടാമത്തെ ആരോപണം ഇതിന്റെ പിന്നിൽ വരുന്നത് എന്താണ്? BJPക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രം ഈ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിട്ട് BJPക്ക് വോട്ട് ചെയ്യാത്ത ബാക്കിയുള്ളവരുടെ എല്ലാം പേര് വെട്ടിക്കളയുക. അതിൽ ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിമുകളും ഉണ്ട്. BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് SIR വഴി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അപ്പൊ ഇപ്പൊ BJPക്ക് വോട്ട് ചെയ്യാത്തവർക്ക് എല്ലാം അവരുടെ എല്ലാം റേഷൻ വെട്ടാനുള്ള പരിപാടിയാണിത്. അവർക്ക് സർക്കാർ ആനുകൂല്യത്തിന് അർഹതയില്ല. നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യം കിട്ടണമെങ്കിൽ നിങ്ങൾ BJPയുടെ വോട്ടർമാരായിരിക്കണം എന്നുള്ള രീതിയിലല്ല ഇതിനെ വളച്ചൊടിക്കുക. ഇതിനും നിലനിൽപ്പില്ല. കാരണം എന്താണെന്നറിയാവോ? ഈ കേരളത്തിലെ BJPക്ക് എത്ര സീറ്റ് കിട്ടി? കേരളത്തിൽ 140 മണ്ഡലങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 3. ആ 3 5000-ൽ താഴെയാണ് ഭൂരിപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ BJPക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രം വോട്ടർ പട്ടികയിൽ നിർത്തുകയും BJPക്ക് വോട്ട് ചെയ്യാത്തവരെ എല്ലാം വെട്ടിക്കളയുകയും ചെയ്തെങ്കിൽ എങ്ങനെയാണ് UDF-നും LDF-നും കൂടെ ചേർന്ന് 137 സീറ്റ് കേരളത്തിൽ കിട്ടിയത്? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ കേരളത്തില് കോൺഗ്രസ്സുകാരിങ്ങനെ മതിമറന്ന് ആഘോഷിക്കുകയാണല്ലോ. അവർ അധികാരത്തിൽ വന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ യാതൊരു ധാർമ്മികതയില്ലാതെ തമിഴ്നാട്ടിലെ അധികാരത്തിന് വേണ്ടി ഇലക്ഷൻ കഴിയുന്നത് വരെ സ്റ്റാലിനൊപ്പം നിന്നു. അത് കഴിഞ്ഞ് സ്റ്റാലിന്റെ ഒരു ചവിട്ട് വെച്ച് കൊടുത്തിട്ട് നേരെ ഇപ്പുറം മറുകണ്ഠം ചാടി അവിടെ സർക്കാർ രൂപീകരിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ SIR-നെ കുറിച്ചും പരാതിയില്ല, തമിഴ്നാട്ടിലെ SIR-നെ കുറിച്ചും പരാതിയില്ല, അസാമിലെയും വെസ്റ്റ് ബംഗാളിലെയും SIR-നെ കുറിച്ച് പരാതിയോട് പരാതി, മുടിഞ്ഞ പരാതിയാണ്. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്, ശരിയല്ലേ? അപ്പോ ഇങ്ങനെ ഈ BJPക്ക് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രം സർക്കാർ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് അവരുടെ മാത്രം പേരുകൾ SIR വഴി വോട്ടർ പട്ടികയിൽ നിലനിർത്തി എന്നുള്ള ആരോപണം അതിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJP 140 സീറ്റും പിടിച്ച്, തമിഴ്നാട്ടിലാണെങ്കിൽ എത്ര 240-270 സീറ്റുള്ളതിൽ 1 സീറ്റാണ് BJPക്ക് കിട്ടിയത്, അല്ലെ? അവർ ഈ സീറ്റ് എല്ലാം തൂത്തുവാരേണ്ടതായിരുന്നു, അല്ലെ? അപ്പോ അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ 2 ആരോപണങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇനി ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചേക്കാം. ഈ SIR-ൽ പേര് വെട്ടിമാറ്റുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ബീഹാറിലാണെങ്കിൽ 67 ലക്ഷം പേരുടെ പേര് വെട്ടിമാറ്റിയിരുന്നു. അതുപോലെ വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ 91 ലക്ഷം പേരുടെ പേര് വെട്ടിമാറ്റിയിരുന്നു. ഈ പേര് വെട്ടിമാറ്റിയവര് ഈ രേഖകളുമായിട്ട്, പൗരത്വം തെളിയിക്കാൻ രേഖകളുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അപ്പീൽ പ്രോസസ് ഉണ്ട്, നിയമപരമായിട്ട് അപ്പീൽ പ്രോസസ് ഉണ്ട്. ആ രേഖകളുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവരുടെ പേരുകൾ പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ, റിസ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിരവധി കേസുകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. കാൽക്കട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റിട്ടയർഡ് ജസ്റ്റിസ് TS ശിവജ്ഞാനം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1777 അപ്പീലുകൾ ഡിസ്പോസ് ചെയ്തു, തീർപ്പാക്കി. അതിൽ 1607 വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചു. 1777 അപ്പീൽ കേട്ടതിൽ 1607 പേർക്കും രേഖകൾ ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിച്ചു. അതായത് ഇവരെല്ലാം വെട്ടിമാറ്റി. ഇവരോട് ഇവർ BJPക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട്, ഇവർ മുസ്ലിമുകളായതുകൊണ്ട് മാത്രം മാറ്റുന്ന പരിപാടിയല്ല. രേഖകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പേരുകൾ പുനഃസ്ഥാപിക്കാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ അടുത്ത വാർത്ത കാണൂ. ഇതിൽ ടൈംസ് ഓഫ് ഇന്ത്യയും പറയുന്നുണ്ട് 1468 പേരെ അപ്പീൽ ട്രിബ്യൂണലിൽ ചെന്ന് രേഖകളുമായിട്ട് ചെന്നു. അവരുടെ പേര് ആദ്യം ഒഴിവാക്കപ്പെട്ടിരുന്ന അവരുടെ പേര് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത്. അതാണ് പറഞ്ഞ് അപ്പീൽ പ്രോസസ് ഇതിന് നിലവിലുണ്ട്. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ രേഖകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അപ്പീലിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹിയറിംഗിന്, ആദ്യത്തെ ഹിയറിംഗിന് തന്നെ ഇത് നടക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. കാരണം രാജ്യം ഇന്ത്യയാണ്, അവിടെ അഴിമതിയുണ്ട്, അവിടെ കെടുകാര്യസ്ഥ, റെഡ് ടേപ്പിസം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അറിയാവുന്ന പല മതത്തിൽപ്പെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എനിക്കറിയാവുന്ന പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് വെട്ടിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഈ പേര് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അതിൻ്റെതായ ഡ്യൂ പ്രോസസ്സ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, രേഖകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് തിരുത്താവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ദി വയർ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ മറ്റൊരു പുരോഗമന സുഗ്രീവനാണ്. അവര് നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പുകാരാണ്. ഈ പറയുന്നത് പോലെ നാട്ടുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ആരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണെന്നുള്ള രീതി നമ്മൾ തോന്നിപ്പോവും. അതുപോലെയാണ് വയറിന്റെ പല രീതിയിലുള്ള പ്രവർത്തനവും. അവർ പറയുന്നത് എന്താ നോക്കൂ, 12.8 ലക്ഷം ആളുകൾ ഇങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ
ബംഗാളിലെ ട്രിബ്യൂണലിൽ ചെന്നു. അവിടെ 1474 അപ്പീലുകൾ മാത്രമേ കേട്ടുള്ളൂ എന്നാണ് ദ വയർ പറയുന്നത്. ബാക്കിയുള്ളതിനൊക്കെ എന്ത് സംഭവിച്ചു? എടാ, ഈ 1474 കേട്ടു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അവർ കേൾക്കുമല്ലോ. ഈ 1474 മാത്രം കേൾക്കുന്നത് എങ്ങനെ? മാത്രമല്ല, അതിനകത്ത് അവർ പറയുന്നത് ഈ 1474 പേര് കേട്ടതിൽ മിക്കവാറും ഉള്ളവരുടെ എല്ലാം പേര് പുനഃസ്ഥാപിച്ച് കിട്ടി എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ വയറിന്റെ സ്ഥിരം കുത്തിത്തിരിപ്പാണ്. നോക്കൂ, ഈ അപ്പീലിന് വേണ്ടി ലൈൻ നിൽക്കുന്ന ആളുകൾ നോക്ക്, കൃത്യമായിട്ട് കുറെ മുസ്ലിമുകളുടെ പടം എടുത്തിട്ടിടും. അപ്പൊ അതായത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും? ഈ SIR എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ മാത്രം പേര് വെട്ടാനുള്ള ഒരു കുതന്ത്രമാണ് എന്ന ആളുകളെ കൃത്യമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് കുറെ മുസ്ലിമുകളുടെ പേര് ചിത്രം എടുത്തിട്ട് അവരിൽ വയറിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നത് പോലെ തന്നെ അങ്ങേയറ്റത്തെ ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അത് തെളിയിക്കാനായിട്ട്, പൗരത്വം തെളിയിക്കാനായിട്ട് വേറെ രേഖകളുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അനാഥ മന്ദിരമോ അല്ലെങ്കിൽ അഗതി മന്ദിരമോ അല്ലെങ്കിൽ സത്രമോ ഒന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ കോടീശ്വരന്മാരുടെ രാജ്യമോ അല്ലെങ്കിൽ സമ്പന്ന രാജ്യമോ ഒന്നുമല്ല. ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർക്ക് തന്നെ ഈ രാജ്യത്തെ റീസോഴ്സസ്, വിഭവങ്ങൾ തികയുന്നില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പട്ടിണി നമുക്ക് മാറ്റാം. അതുകൊണ്ട് ബാംഗ്ലാദേശികളുടെ പട്ടിണി മാറ്റേണ്ടത് ബാംഗ്ലാദേശിന്റെ ഉത്തരവാദിത്തമാണ്. ഇടയ്ക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വരികയും ഇവിടുത്തെ റേഷൻ വേണം, ഇവിടെ വോട്ട് ചെയ്യണം, അതിനുശേഷം ഇവിടെ വന്ന് കുത്തിരിപ്പെല്ലാം ഉണ്ടാക്കുകയും വേണം. അതിനുശേഷം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ കൊള്ളിവയ്പും കള്ളത്തരവും പിടിച്ചുപറിയെല്ലാം കഴിഞ്ഞിട്ട് ചുളുവിൽ ബാംഗ്ലാദേശിലേക്ക് മുങ്ങുകയും ചെയ്യും. ഈ പരിപാടി ഇനി നടപ്പില്ല എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ സർക്കാർ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പലർക്കും ദഹിക്കില്ല. ഒരുപക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോമന്റ്സ് ഒന്നും വായിക്കാറില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ പച്ചത്തറി വിളിക്കുന്നുണ്ടാവും. ഞാനത് ചിന്തിക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നേ ഇല്ല. വേറൊരാള് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്തായാലും കോമന്റ്സ് ഒന്നും വായിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോമന്റ് ബോക്സ് അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചൂടെ, അത് പൂട്ടിക്കൂടെ, എന്തിനാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്ന, ആളുകൾ എത്രമാത്രം ചീത്തയാണ് നിങ്ങളെ വിളിക്കുന്നത് എന്നൊക്കെ ഒരാൾ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ചീത്ത വിളിക്കുന്ന അവരുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. ഞാൻ കോമന്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുന്ന ആളുകൾ ചീത്ത വിളിക്കാൻ വേണ്ടി തന്നെയാണ്. അവരവരുടെ വിഷമം അങ്ങനെയെങ്കിലും തീർക്കട്ടെ. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്നോർത്ത് എന്നെ നിങ്ങൾ ചീത്ത വിളിക്കാതിരിക്കണ്ട. ഓക്കെ, എനിവേ, താങ്ക് യു. ജയ് ഹിന്ദ്.